PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മുസ്ലിം ലീഗിനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. കാരണം അറബിക്കടലിൽ എറിയുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പോൾ PM ശ്രീ നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൽ ഒരു വലിയ വിഭാഗത്തിന് PM ശ്രീ നടപ്പാക്കണ്ട എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം PM ശ്രീ നടപ്പിലാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീ നടപ്പിലാക്കണം എന്ന നിലപാടിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർക്കെതിരെ ശക്തമായ വിമർശനം മുസ്ലിം ലീഗിൽ ഉയർന്നു വരുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. കേരളത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യവും UDF സർക്കാരിന്റെ നിലപാടും പരിഗണിക്കണമെന്ന പ്രായോഗിക നിലപാടാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നവർ PM ശ്രീ നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള നിലപാട് മാറ്റം ശരിയല്ലെന്നും അത് പ്രവർത്തകരെ നിരാശരാക്കുമെന്നുമാണ് മറുപക്ഷം പറയുന്നത്. നോക്കാം എന്താണ് ലീഗിൽ സംഭവിക്കുന്നതെന്ന്. സ്വാലിഹ് നമ്മളോടൊപ്പം മലപ്പുറത്തുനിന്ന് ചേരുകയാണ്. സ്വാലി, ഗുഡ് മോർണിംഗ്. സ്വാലി, PM ശ്രീയിൽ മുസ്ലിം ലീഗ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. സ്വന്തം അണികളെ പോലും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. അറബിക്കടലിൽ എറിയുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ്. ഇപ്പോൾ അറബിക്കടലുമില്ല, ചവറ്റുകുട്ടയുമില്ല. ഇപ്പോൾ മന്ത്രി ഷംസുദ്ദീനൊക്കെ PM ശ്രീയെ കുറിച്ചൊക്കെ വല്ലാതെ വാചാലരാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. മനു, ഗുഡ് മോർണിംഗ്. PM ശ്രീ വിഷയത്തിൽ മുസ്ലിം ലീഗിൽ വലിയ ആഭ്യന്തര ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. വലിയ തർക്കത്തിലേക്ക് ഇക്കാര്യങ്ങൾ പോവുകയാണ്. ഇത് നടപ്പാക്കണമെന്ന ആവശ്യവുമായി മുന്നിൽ നിൽക്കുന്നത് PM ശ്രീയെ എതിർക്കേണ്ടതില്ല എന്ന ഒരു നിലപാടുമായി മുന്നിൽ നിൽക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അത് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ പൊതു താൽപ്പര്യം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം ഇതെല്ലാം ഒഴിവാക്കി ഒരു തീരുമാനം എടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുന്നുണ്ട്. ഈ നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും ഉള്ളത്. അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും KM ഷാജി ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിക്കുന്ന ആളുകൾ കൂടിയാണ്. KM ഷാജി ഈ വിഷയത്തിൽ വ്യക്തിപരമായി അദ്ദേഹം ഇതിനെ എതിർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും വളരെ രൂക്ഷമായി ഇതിനെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതല്ല പാർട്ടിയുടെ നിലപാട് എന്ന് PMA സലാം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ പാർട്ടി ഒരു നിലപാടെടുത്താൽ അതായിരിക്കും പിന്നീട് നിലപാട് എന്ന് PMA സലാം ഈ വിഷയത്തിൽ പറയുകയുണ്ടായി. ആ നിലപാട് PM ശ്രീ നടപ്പാക്കണമെന്നതാണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് നടപ്പാക്കണമെന്ന ഒരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിന് ഇപ്പോഴുള്ളത്. എന്നാൽ ET മുഹമ്മദ് ബഷീറിനെ പോലെ PV അബ്ദുൽ വഹാബിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, MP മാർ കൂടിയായ നേതാക്കളെല്ലാം ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇത് ഈ അധികാരം കിട്ടിയതിന് ശേഷമുള്ള ഈ നിലപാട് മാറ്റം സാധാരണ പ്രവർത്തകരെ പോലും നിരാശരാക്കും. അതോടൊപ്പം തന്നെ MSFും യൂത്ത് ലീഗും ഒക്കെ ഈ വിഷയത്തിൽ നേരത്തെയും ഇപ്പോഴും പരസ്യമായി രംഗത്തിറങ്ങിയതാണ്, പ്രതിഷേധം അറിയിച്ചതാണ്. ഇനി ഈ സാമ്പത്തിക താൽപ്പര്യത്തിൻ്റെ പേരിൽ മാത്രം ഇതുമായി മുന്നോട്ട് പോകുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും, അത് വിശ്വാസ്യത നഷ്ടപ്പെടുത്തും എന്ന ഒരു നിലപാട് മുതിർന്ന നേതാക്കൾക്കെല്ലാം തന്നെയുണ്ട്. വലിയ ചർച്ചകളിലേക്ക് മുസ്ലിം ലീഗ് കടക്കുകയാണ്. സ്വാഭാവികമായും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയത്തിൽ ഇത് നടപ്പാക്കരുത് എന്ന ഒരു നിലപാട് അദ്ദേഹത്തിനുമുണ്ട്. അതേസമയം PK കുഞ്ഞാലിക്കുട്ടിയൊന്നും മറികടക്കാനുള്ള പാർട്ടിക്കകത്തുള്ള കരുത്ത് അദ്ദേഹത്തിനില്ല. കുഞ്ഞാലിക്കുട്ടിയാവട്ടെ ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ചരടുവലികൾ പാർട്ടിക്കകത്തും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ PV അബ്ദുൽ വഹാബ് ആണല്ലോ പാർലമെന്റിൽ ചോദ്യം ചോദിച്ചത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സ്കൂളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, പണം വാങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം അബ്ദുൽ വഹാബ് ആണല്ലോ പാർലമെന്റിൽ ചോദിച്ചത്. അത് കഴിഞ്ഞ LDF സർക്കാരിന്റെ തലയിൽ വെക്കാൻ വേണ്ടിയാണ് ആ ചോദ്യം വെച്ചത്. പക്ഷേ അത് UDF സർക്കാരിന് തന്നെ തിരിച്ചടിയാകുന്നതാണല്ലോ നമ്മൾ കണ്ടത്. ഒരു സ്കൂളും കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചിട്ടില്ല, ഒരു പൈസ പോലും PM ശ്രീയിൽ കേരളം വാങ്ങിയിട്ടില്ല എന്ന് പാർലമെന്റിൽ PV അബ്ദുൽ വഹാബിന് കേന്ദ്രം നൽകിയ മറുപടിയുമുണ്ടല്ലോ സാലി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ UDFന് എതിരായി നിൽക്കുകയാണ്. ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്ന ഉത്തരവും കേന്ദ്ര സർക്കാരിൽ നിന്ന് UDF MP മാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുമായി മുന്നോട്ട് പോയാൽ ഇവർക്ക് എങ്ങനെ സ്വന്തം അണികളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും? സ്വാലിഹ്, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? മനു സൂചിപ്പിച്ച PV അബ്ദുൽ വഹാബിൻ്റെ ആ ചോദ്യം തന്നെ വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ N ഷംസുദ്ദീൻ ഉൾപ്പെടെ അത് LDFിൻ്റെ തലയിൽ വെക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അദ്ദേഹം ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ ഒരു ചോദ്യം തന്നെയാണ്
തന്നെയാണ്. പി വി അബ്ദുൽ വഹാബ്, ഇവിടെ നടക്കുന്ന ഈ ചരടുവലികളോ അല്ലെങ്കിൽ ഈ നീക്കങ്ങളും വലിയ കോലാഹലമൊന്നും അറിയാതെ പാർലമെൻറ്റിൽ ചോദ്യം ചോദിച്ചത്. ആ മറുപടി മുസ്ലിം ലീഗിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത് അവരുടെ കഴിഞ്ഞ യോഗത്തിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. പി വി അബ്ദുൽ വഹാബിൻ്റെ ആ ചോദ്യം അസ്ഥാനത്തായി എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിനൊക്കെ ഉണ്ട്. പക്ഷേ വളരെ സാധാരണക്കാരായ പ്രവർത്തകരുടെ നിലപാട് അതാണ്. ഇതൊരിക്കലും നടപ്പാക്കേണ്ടതില്ല, അത് അറബിക്കടലിലെറിയും, അതിന് ഒരു തരത്തിലുള്ള പിന്തുണയും ഉണ്ടാവില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ച് അധികാരത്തിലെത്തിയതാണ്. അതിനുവേണ്ടി പരസ്യമായി സമരവും പ്രതിഷേധവും ഒക്കെ നടത്തിയതാണ്. പിന്നീട് അത് നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് തെറ്റായ സന്ദേശം നൽകും. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുക പ്രയാസകരമാവുമെന്ന ഒരു നിലപാട് വഹാബിനെല്ലാം ഉണ്ട്. അതോടൊപ്പം ഇ.ടി. മുഹമ്മദ് ബഷീറൊക്കെ ശക്തമായി PM ശ്രീ ഉപേക്ഷിക്കണമെന്ന നിലപാടുകാരാണ്. എന്നാൽ ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യത്തിൽ UDF സർക്കാരിനെ അതിൻ്റെ പൊതുവായ നിലപാടിനൊപ്പം നിൽക്കേണ്ടതാണ് പ്രായോഗികമായ തീരുമാനമെന്ന ഒരു നിലപാട് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുന്നതാണ് ഈ രണ്ട് നിലപാടിന് മുസ്ലിം ലീഗിൽ ഇടയാക്കിയിരിക്കുന്നത്. മനു, ശരി, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് PM ശ്രീ നടപ്പിലാക്കണമെന്ന് പറയുന്നവർ, മറുഭാഗത്ത് PM ശ്രീ നടപ്പിലാക്കേണ്ട എന്ന് പറയുന്നവർ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അണികൾ വലിയ പ്രതിഷേധം നേതൃത്വത്തിനെതിരെ വിഷയത്തിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് പോയ ദിവസങ്ങളിലൊക്കെ MSFന്റെ ഒക്കെ നിലപാടിൽ നമ്മൾ കണ്ടത്.